ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിതിപ്പം പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 അത്യാവശ്യം നല്ല സൈസുള്ള നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴം ഒരുപാടൊക്കെ പഴുത്ത് പോയിട്ടുള്ള പഴമാണെങ്കിൽ നിങ്ങളിതുപോലെ പ്രഷർ കുക്കറിലേക്കൊന്നും ചേർത്തിട്ട് അത് വേവിച്ചിട്ട് എടുക്കരുത്, അതായത് പുഴുങ്ങിയെടുക്കരുത്. ഏതെങ്കിലും ഒരു സ്റ്റീം ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന പാത്രത്തിൽ വെച്ചിട്ട് ജസ്റ്റ് അതിനൊന്ന് ആവി കയറ്റി എടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റീം കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടാണ് ഇതിപ്പോൾ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഇതേ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പ്യൂർ ആയിട്ടുള്ള ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗീ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബദാമും കൂടെ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സ്നാക്കിൽ വരുമ്പം നമുക്ക് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ നെയ്യിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ സോട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വളരെ കുറച്ച് റൈസിൻസ് ആണ്, അതായത് നമ്മുടെ ഉണക്കമുന്തിരിയാണ്. അതും നമ്മുടെ കയ്യിലൊക്കെ ഉള്ളതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്ര അളവൊന്നും ഇല്ല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ സ്നാക്കിൽ നമുക്ക് കഴിക്കാൻ കിട്ടുന്നതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ്. ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് വീണ്ടും ഈ ഒരു നെയ്യിൽ നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുകയാണ്. ഒരുപാടൊന്നും കളർ മാറി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും തേങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതിയാകും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യിൽ നമ്മൾ മൂപ്പിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെത്തിയാൽ മതിയാകും. ഇനി അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു തേങ്ങയുടെ കൂട്ടിൽ നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് നേന്ത്രപ്പഴവും ഇതിലേക്ക് ഈ ഒരു തേങ്ങയുടെ കൂട്ടിലേക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഏലക്ക പൊടിച്ച കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്യാവശ്യം ഒന്ന് ചൂട് പോയതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊരു ഭാഗത്ത് നമുക്ക് ചൂട് പോകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇവിടെ ഞാനിത് ഒരു 4 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വളരെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ബാറ്റർ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആവരുത്, അതുപോലെ തന്നെ ഒരുപാട് തിക്ക് ആയിട്ടുള്ള ബാറ്റർ ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിന് വേണ്ടത്. ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു കൂട്ട് നല്ല പോലെ തന്നെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ 2 കൈവെള്ളയിലും ഒന്ന് നെയ്യൊന്ന് തൂവി കൊടുക്കുക. നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 കൈവെള്ളയിലും ആക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൈവെള്ളയിൽ വെച്ചിട്ട് തന്നെ നല്ല റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കട്ട്ലറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു കുപ്പിയുടെ അടപ്പിൽ ജസ്റ്റ് ഒന്ന് നെയ്യൊക്കെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഇതിലിങ്ങനെ പ്രസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല ഷേപ്പിൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ ഈ ഒരു കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് മിക്സും വെച്ചിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡിൽ നല്ല പോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എല്ലാ വശവും ഒരുപോലെ തന്നെ കോട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓയിൽ ഇടുന്ന സമയത്ത് ഈ ഒരു കോട്ടിങ് ശരിയായിട്ടില്ല എങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് നന്നായിട്ട് തന്നെ കോട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ബനാന സ്നാക്കും ഇതേ രീതിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം. കംപ്ലീറ്റ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്.
എല്ലാം തന്നെ ഞാൻ നല്ലപോലെ തന്നെ ബ്രെഡിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായിട്ടുള്ള ഓയിൽ ചേർത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓയിലിൻ്റെ ചൂടും നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഓയിലിൻ്റെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മീഡിയം ചൂടിൽ വെച്ചിരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കംപ്ലീറ്റ് സ്നാക്കും ഞാൻ ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല സ്വീറ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബനാന കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടൂടെ കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്